ഇപ്പോൾ സമയം 5:30. നമ്മൾ കോട്ടയം വരെ പോവുകയാണ്. നമ്മൾ ട്രെയിൻ 6 മണിക്കേനും 4 മണിക്ക് ഇറങ്ങേണ്ടേനും. പക്ഷെ നമ്മൾ 5:30ക്കാണ് ഇറങ്ങിയത്. ഇനി 6 മണിന്റെ ട്രെയിൻ കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് 2 മണിയാകുമ്പോൾ കോട്ടയത്ത് എത്തേണ്ടതാണ്. അപ്പം നമുക്ക് കോട്ടയം ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടി ഗായ്സ്. ബാക്കി എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെപ്പോഴും നേരെ വൈകി പോകുമ്പോൾ മറ്റേ പാട്ടിടണം. അവനൊരു ജില്ല അവന് ജില്ല ആ പാട്ടിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ നമ്മളങ്ങനെ കോട്ടയം എത്തി ഗായ്സ്. ഞങ്ങൾ കണക്കിലും നേരത്തെ വീട്ടിൽ നിന്ന് നേരെ വൈകി ഇറങ്ങിയാണെങ്കിലും ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ 2.5 മണിക്കൂർ മുന്നെത്തി. ഇനി നമ്മൾ ലൊക്കേഷൻ തിരിഞ്ഞു അല്ല ഹോട്ടലും തിരിഞ്ഞു പോവാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് അല്ല റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് 1.5 കിലോമീറ്ററിന് ഓട്ടോ വിളിച്ചിട്ട് 60 റുപ്യ. അപ്പം ഞാൻ ചോദിച്ചു മിനിമം ചാർജ് എത്ര ചേട്ടാ? 30. 500 മീറ്ററിന് ബാക്കി 30. എൻ്റെ ഹസ്ബൻഡ് മുന്നിൽ എൻ്റെ ബാഗും തൂക്കി നടക്കുന്നു. ഫുഡ് കഴിക്കണം. ഞാൻ പറത്തട്ട് ഇതൊക്കെ അടിച്ച് മാറ്റണം. ഇതിൻ്റെ അടിയിൽ ഡ്രസ്സ് ഉണ്ട്. എന്നിട്ട് ഇനി മുടിയൊക്കെ വാങ്ങാൻ നല്ല മോളാണ്. ഈ സ്ഥലം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. കോട്ടയക്കാരെങ്കിലും നമ്മളെ വീഡിയോ കാണാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പൊതിച്ചോറാണ് തിന്നുന്നത്. ലെമണിൻ്റെ ഹോർലിക്സ് ചോറ് തിന്നാം. ഞങ്ങൾ ഫുഡ് കഴിച്ചു തിരിച്ചു പോകും. ഗായ്സ്, നമ്മൾ മൈജിൻ്റെ 25 കോടിൻ്റെ സമ്മാനം വാങ്ങാൻ ഒന്നാണ്. ഇവിടെ ടൊവിനോ ഒക്കെ വരുന്ന ഇനോഗ്രേഷന്. രസമുണ്ട്. അടുക്കെ laptops, tablets, smartwatch. Experience ചെയ്യാം next level shopping. MyG future showroom. സോ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈജി ചെയർമാൻ ഷാജി സാറും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വളരെ സന്തോഷമുള്ള കാര്യമെന്ന് സമ്മാനങ്ങൾ നേടിയ സന്തോഷമുള്ള അനുഭവങ്ങൾ മാത്രമാണ്. ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് സിനിമക്കൊന്നാണ്. ഞാൻ കുറെ കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ബാൽക്കണിയിൽ ഇരിക്കുന്നത്. നമ്മൾ ബബ്ബക്കാണ് വന്നത്. നമ്മൾ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എന്നിട്ട് സ്റ്റേ ആക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് വ്യൂ എന്താണെന്ന് നോക്കാം. വ്യൂ അങ്ങനെ തുറക്കണ്ടേ? ഇതൊന്ന് തുറക്ക്. ഇത് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വ്യൂ. ഓക്കെ, നമുക്ക് നമ്മളെ ഹോം ടൂർ നോക്കാം. ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഇതിൻ്റെ തട്ടം. അപ്പം ബെഡ്, പൊതുപ്പ്, 2 ബോട്ടിൽ വെള്ളമുണ്ട്, കെറ്റിലുണ്ട്, കപ്പുണ്ട്, ചായപ്പൊടി, ബ്രൂ കോഫി പൗഡർ, ഷുഗർ, പാൽപ്പൊടി, ബബ്ലുഗം, സോപ്പ്, ഷാമ്പു, കോൾഗേറ്റ്, ബ്രഷ് ഒന്നേ ഉള്ളൂ. ബ്രഷോ? ഓക്കെ,
ഒരു ബോക്സിൽ ഒരു ബോക്സിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മളെ മൈജീൻ്റെ ബാൻഡ് എനിക്ക് കൈമ കെട്ടെ ഇവിടെ ഊരിയ ഓർമ്മയുണ്ട്. ഇത് നമ്മളെ ബാഗ്, അതിൽ മറ്റേ ബാഗ്, ഇത് വിശാല വാച്ച്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടേബിളുണ്ട്, നമ്മളെ വാർഡ്രോബ്. ഇവിടെ ഒരു പില്ലോ എക്സ്ട്രാ ഉണ്ട്. ഇത് നമ്മളെ ലോക്കറാണ്, നമ്മളെ ഗോൾഡൊക്കെ നമുക്ക് അതിൽ സൂക്ഷിക്കാം. ഇവിടെ ഇങ്ങനെ റൂമുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മിറർ ഉണ്ട്, ഇങ്ങനത്തെ വലിയ ഫുൾ മിററാണ്. നമുക്ക് ടോയ്ലറ്റ് ബാത്റൂം എങ്ങനെ ഉണ്ട് നോക്കാം. വാവ്, നൈസ് ബാത്റൂമാണ്. ബാത്റൂമൊക്കെ സെറ്റാണ്, നല്ല അടിപൊളി സ്മെല്ലുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു 2 ഗ്ലാസ് കൂടി ഉണ്ട്. ഇതൊരു മറ്റേ മിനി ഫ്രിഡ്ജും കൂടിയാണ്, അടിപൊളിയാവുക. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, എൻ്റെ ഡ്രസ്സിൻ്റെ ഇത് അയച്ചു വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ. ഇവിടുത്തെ ഓഫറിൻ്റെ ബോർഡ് ഉണ്ട്, വന്ന് നോക്കുകയാണ് ഗൈസ്. അമ്മ കാണണ്ട, അമ്മ മിക്സിക്ക് ഒക്കെ ഓഫർ. ഉമ്മ 3890, 29 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും. നോക്കട്ടെ എന്താണ്. കോട്ടയത്ത് ഈ ഓഫർ അറിയാത്തവർ വന്ന് വാങ്ങിച്ചോളൂ. കോട്ടയത്ത് സ്ഥലം നോർമൽ, അവിടെ ഇവിടെ ഒന്ന് ഓഫർ ഉണ്ട്. എന്തായാലും ഈ എയർ ഫ്രയർ വാങ്ങിയിട്ടാണ് ഒരാൾക്കിന്ന് കാറ് കിട്ടിയത്. പക്ഷെ മൈജീന്നാണെന്നേ ഉള്ളു. 49 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടും. കക്കൂസ് തേച്ച് കഴിക്കുന്ന ഫ്രഷ്. അതിനെത്ര? ഇത് പൊട്ടണതാ. നമ്മളവിടെ വെള്ളപ്പച്ചട്ടി എന്തോ ആയിന്ന് പറഞ്ഞു. 150 രൂപ വെള്ളപ്പച്ചട്ടി. ഇവിടെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങള് പറയോ എന്നൊക്കെ വാങ്ങിപ്പോരിന്ന്. ഈ രാജകീയ കൊട്ടാരത്തിലെ ഈ ടേബിളിനും ഇതിനും എത്രയെന്നറിയോ? 2 lakh ആയിരുന്നു. ഇപ്പോൾ ഓഫർ പ്രൈസാണ് ഗൈസ്. ഈ ചെയറിന് മാത്രമാണോ 24,900? നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ തിരിച്ചു. അതൊന്നും ഞങ്ങൾക്ക് ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്, ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മൾ വാങ്ങാത്തതല്ലേ വാങ്ങിയിരുന്നു. അങ്ങനെ ഓർക്ക പറയണ്ട. വലിയ ചിലപ്പോൾ പറയും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഡെലിവറി ഉണ്ട് മാഡം. ഞങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറിയതാണ്. ഇതാണ് നമ്മളെ ബസ്. നേരെ വൈകി എണീച്ചുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ കുറേ സമയമായിട്ട് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ പഴംപൊരി, പരിപ്പുവട, ഉള്ളിവട, നെയ്യപ്പം. ഇവിടെ എത്തിയപ്പോഴാണ് ട്രെയിനിൽ ഡിലേ. ഇത് കഷ്ടം നോക്കണേ. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് തിരിച്ചു പോവാണ്. നമ്മളെ കോഴിക്കോട് വന്നിറങ്ങി. നല്ല തിരക്കാണ് ഇവിടെ. ആ ബാഗിലുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം ഗൈസ്. എനിക്ക് ഒരേലത്ത് ഇങ്ങനെ കെട്ടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. എൻ്റെ അമ്മ എവിടെ പോയാലും നമ്മളവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ.